ആശീർവാദ് സിനിമാസ് അവരുടെ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തുകയാണ്. 25 വർഷത്തെ ആനിവേഴ്സറി ആഘോഷത്തിന്റെ ഭാഗമായി ചില ഗംഭീര സിനിമകളുടെ പ്രഖ്യാപനം നടത്താൻ ഇരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. അതിന്റെ ഭാഗമായി അവരുടെ പ്രൊഡക്ഷനിലെത്തിയ സിനിമകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിജയവും പരാജയങ്ങളും എക്സ്പീരിയൻസുകളും ഒക്കെ തന്ന സിനിമകൾ, ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ എന്താണ് ആ ചിത്രത്തിന് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കൗതുകം ജനിപ്പിക്കുന്നുണ്ട്. മലയാളത്തിന് നിരവധി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച പ്രൊഡക്ഷൻ ഹൗസാണ് ആശീർവാദ് സിനിമാസ്. നരസിംഹം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ സിനിമാ നിർമ്മാണം തുടങ്ങിയ ആശീർവാദ്, സ്പിരിറ്റ്, രസതന്ത്രം തുടങ്ങിയ മികച്ച സിനിമകളും മലയാളത്തിന് നൽകിയിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും ഹൈപ്പിലെത്തിയ ഉഡിയൻ, മരയ്ക്കാർ, അറബിക്കടലിലെ സിംഹം തുടങ്ങിയ ചിത്രങ്ങളും ഈ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയതായിരുന്നു. മലയാളത്തിൽ ഏറ്റവും ബജറ്റിൽ ഇറങ്ങുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ആശീർവാദ് സിനിമാസ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ 30ഓളം സിനിമകൾ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ടെന്നും അതിൽ പൂർണ്ണമായ സന്തോഷം ലഭിക്കാത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ടെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ ആരോടും പരിഭവമോ പിണക്കമോ ഇല്ലെന്നും മോഹൻലാലിനൊപ്പം കുറെ കാലമായി സഞ്ചരിക്കുന്നതുകൊണ്ട് പരാജയങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് താൻ മനസ്സിലാക്കിയെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ 30ഓളം സിനിമകൾ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. അതിൽ പൂർണ്ണമായി സന്തോഷം ലഭിക്കാത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ ഒപ്പം പ്രവർത്തിച്ചവരോട് പരിഭവമോ പിണക്കമോ ഇല്ല. ചില ശ്രമങ്ങൾ വേണ്ട രീതിയിൽ ഫലം കണ്ടിട്ടില്ല എന്ന് മാത്രം. ലാൽ സാറിനൊപ്പം വർഷങ്ങളായി സഞ്ചരിച്ചത് കൊണ്ടാകണം വിജയങ്ങൾ മാത്രമല്ല മറ്റവസ്ഥകളും എങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട്. സിനിമകൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വന്ന സാഹചര്യത്തിലെല്ലാം സങ്കടമുണ്ടായി എന്ന് സത്യമാണ്. ലാൽ സാർ, ലാൽ ജോസ് കൂട്ടുകെട്ട് വർഷങ്ങളായി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. ഒടിയൻ പറയാൻ ഉദ്ദേശിച്ച പ്രമേയം കൗതുകം ഉണർത്തുകയും ആവേശം നിറയ്ക്കുന്നതുമായിരുന്നു. പേരെടുത്ത വലിയ വിജയം നേടിയ സംവിധായകർക്കൊപ്പമാണ് ആശീർവാദ് കൂടുതലും സഞ്ചരിച്ചത്. സിനിമകൾ കൂട്ടായ പ്രവർത്തനമാണ്. വിജയമായാലും പരാജയമായാലും അത് ഏതെങ്കിലും ഒരാളിലേക്ക് മാത്രം വിരൽ ചൂണ്ടാനാകില്ല. സിനിമയുടെ വിജയങ്ങൾക്കപ്പുറത്ത് ലാൽ സാറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ആശീർവാദ് സിനിമാസിനോട് സ്നേഹമുണ്ട്. അവർ സിനിമ കണ്ടിട്ടാണ് അത് പ്രകടിപ്പിക്കുന്നത്. അതുതന്നെയാണ് ആശീർവാദിന്റെ പ്രചോദനം. ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതുകൂടാതെ തന്നെ മോഹൻലാലിലേക്കും ആശീർവാദിലേക്കും എത്തുന്ന സിനിമകളുടെ കഥ ആദ്യം കേൾക്കുന്നത് ആന്റണി പെരുമ്പാവൂർ ആണ് എന്ന രീതിയിൽ പലപ്പോഴും അഭിപ്രായങ്ങൾ പ്രേക്ഷകരിൽ നിന്നും വരാറുണ്ട്. അതിനെക്കുറിച്ചും പറയുകയാണ്. മോഹൻലാലിലേക്ക് എത്തുന്ന സിനിമകൾ ആദ്യം ആന്റണി പെരുമ്പാവൂർ ആണോ കഥ കേൾക്കുന്നത്? മോഹൻലാൽ ചിത്രങ്ങളുടെ കഥ കേൾക്കുന്നതും തെരഞ്ഞെടുക്കുന്നതും ആന്റണി പെരുമ്പാവൂർ ആണെന്ന് ചില വിമർശനങ്ങൾ ഇടയ്ക്ക് ഉയർന്നു വരാറുണ്ട്. എന്നാൽ ആശീർവാദ് നിർമ്മിക്കുന്ന സിനിമകളുടെ കഥ മാത്രമാണ് താൻ കേൾക്കാറുള്ളതെന്നും കൂടാതെ മോഹൻലാലും ഉണ്ടാവാറുണ്ടെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. ഒറ്റ വാക്കിൽ ഒരു ഉത്തരം നൽകാം. ആന്റണി കഥ കേൾക്കുന്നു എന്നത് 50% ശരിയും 50% തെറ്റുമാണ്. കാരണം ആശീർവാദ് നിർമ്മിക്കുന്ന സിനിമകളുടെ കഥകളെല്ലാം ഞാനും ലാൽ സാറും ചേർന്നാണ് കേൾക്കുന്നതും സ്വീകരിക്കുന്നതും. ആ കഥകളിൽ നടക്കുന്ന ചർച്ചകളിൽ ഞാനും പങ്കാളിയാകാറുണ്ട്. മറ്റ് നിർമ്മാതാക്കൾ ഒരുക്കുന്ന സിനിമകളുടെ കഥകൾ ലാൽ സാർ തന്നെയാണ് കേൾക്കുന്നത്. അത്തരം ചർച്ചകളിൽ ഞാൻ ഇരിക്കാറില്ല. അതിന് കാരണം എന്തെങ്കിലും തരത്തിൽ ആ സിനിമ നടക്കാതെ പോയാൽ എനിക്കിഷ്ടപ്പെടാത്തതിന്റെ പേരിലാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയരുതല്ലോ. സൗഹൃദ വലയത്തിലും പരിചയത്തിലും ഉള്ളവർ നിർബന്ധിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കഥ കേൾക്കാൻ ഇരിക്കേണ്ടി വരാറുണ്ട്. കഥ കേട്ടാൽ അഭിപ്രായം പറയാൻ മടി കാണിക്കാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് കഴിവതും എന്നെ അത്തരം ചർച്ചയിൽ ഇരുത്തരുതെന്ന് നിർബന്ധിക്കുന്നവരോടെല്ലാം ഞാൻ ആദ്യമേ പറയാറുണ്ട്. ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകൾ ഇതായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന ആശീർവാദിന്റെ പ്രൊഡക്ഷനിലെത്താൻ പോകുന്ന നിരവധി മോഹൻലാൽ സിനിമകൾ വരാൻ പോവുകയാണ്. മോഹൻലാൽ സിനിമകൾ മാത്രമല്ല പ്രണവിന്റെ സിനിമകളും പ്രതീക്ഷിക്കാമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. പ്രണവ് മോഹൻലാലിന്റെയും ഈ വർഷം ഒന്നിൽ കൂടുതൽ സിനിമകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഒഫീഷ്യൽ അനൗൺസ്മെന്റുകളൊന്നും വന്നിട്ടില്ലെങ്കിലും പറയപ്പെടുന്നുണ്ട്. മോഹൻലാലിന്റെ സിനിമകളും നിരവധിയാണ്. ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ ഇറങ്ങാനായി നിരവധി സിനിമകൾ കാത്തിരിപ്പുണ്ട്. അതുകൂടാതെ തന്നെ മോഹൻലാലിന്റെ ലൈനപ്പുകളിൽ ആശീർവാദ് നിർമ്മിക്കുന്ന സിനിമകളും വരാൻ പോകുന്നു. അതിന്റെ ഒരു വലിയ അനൗൺസ്മെന്റ് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.